മേജർ മഹാദേവൻ എല്ലാവരുടെയും മനസ്സിനകത്ത് എന്ത് പറഞ്ഞാലും സാറേ മേജർ മഹാദേവൻ ഇനി എപ്പോൾ വരും ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് 2-3 പേര് വന്നതിൽ ഈ മഹാദേവനാണ് ഏറ്റവും അധികം സ്ട്രൈക്കായിട്ട്. കാരണം എനിക്കതൊരു പ്രാസൊപ്പിക്കുന്ന പോലെയാണ് മേജർ മഹാദേവൻ. പക്ഷെ അത് ഇത്രയും സ്ട്രൈക്കാവും എന്നുള്ളത് അന്ന് വിചാരിച്ചില്ല. പക്ഷെ പിന്നീട് അതൊരു ഹിസ്റ്ററി ആയിട്ട് മാറി. ഓപ്പറേഷൻ കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി കരഞ്ഞിട്ടുള്ള സിറ്റുവേഷനാണ് കീഴ്ചക്രയിലത്തെ ആ സ്ത്രീ എന്നോട് വന്നിട്ട് കഥ പറയുന്ന സമയത്ത് ഞാനറിയാതെ ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. വാജ്പേയി സാറിൻ്റെ ആ സൗണ്ട് വരുന്നു ഡബ് ചെയ്തിട്ടാണ് ഞാൻ പെർമിഷൻ ചോദിച്ചിട്ട് തന്നെ ചെയ്തതാണത്. വാജ്പേയി സാബ് പറഞ്ഞു വളരെ മനോഹരമായിരിക്കുന്നു, ആരെക്കൊണ്ട് ചെയ്യിപ്പിച്ചു, എന്തായാലും നന്നായിട്ടുണ്ട്, ഗോ ആയിട്ടെന്നുള്ളത് പറഞ്ഞു എന്ന് പറഞ്ഞു. ജീവൻ മരിക്കുന്ന സീനിൽ എഗെയിൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, നീ പറഞ്ഞില്ലടാ എന്നെപ്പോലുള്ള 100 പേരുണ്ടായിരിക്കും, പക്ഷെ നിങ്ങളെപ്പോലുള്ള ഒരു ഓഫീസർ, ഒരു മഹാദേവൻ മാത്രമേ ഉണ്ടാവുന്നു. അതിന് തിരിച്ച് കൗണ്ടടിക്കുന്ന മോഹൻലാലുണ്ട്, എന്നെപ്പോലുള്ള ഒരു മഹാദേവന് നിൽക്കണമെങ്കിൽ നിന്നെപ്പോലുള്ള 100 പേർ എൻ്റെ പിറകിലുണ്ടായിരിക്കണോടാ. നമസ്കാരം. മേജർ മഹാദേവൻ എന്ന മലയാളികൾക്ക് ഏതൊരു ചെറുപ്പക്കാരൻ്റെ മനസ്സിനകത്തും ഒരു ആരാധനാപുരുഷനായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ മേജർ മഹാദേവൻ, ഒരു പട്ടാള ഓഫീസറിൻ്റെ ആ ഒരു ക്യാരക്ടർ എല്ലാവരുടെയും മനസ്സിനകത്ത് എന്ത് പറഞ്ഞാലും സാറേ മേജർ മഹാദേവൻ ഇനി എപ്പോൾ വരും. അപ്പോൾ നമ്മളിടാ ഒരു 3-4 പടം വന്നില്ലേ, ഇനി അല്ല സാർ അത് കുറച്ച് കാലമായില്ലേ ഇപ്പോൾ ഗ്യാപ്പ്. അപ്പോൾ ആ ഗ്യാപ്പ് എന്ന് പറയുന്ന സമയത്ത് മേജർ മഹാദേവൻ എപ്പോൾ വരും എന്നുള്ള ചോദ്യത്തിന് എനിക്ക് പോലും ഉത്തരവില്ല. കഥകൾ എഴുതി വച്ചിട്ടുണ്ട്, പക്ഷേ ഞാനും ഇങ്ങനെ ആലോചിക്കുന്നത് നിൽക്കട്ടെ, കുറേ ആയില്ലേ, ഇനിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ട് പിന്നീടാവാം. തീരുമാനമൊന്നും ആയിട്ടില്ല. ലാൽ സാറും അത് തന്നെയാണ് പറയുന്നത്, രവി സാർ നമുക്ക് വേറൊരു സംഭവം ചെയ്തിട്ട് പിന്നെ നമുക്ക് യൂണിഫോം ചെയ്യാം എന്നുള്ളൊരു ധാരണയില്ല. പക്ഷെ ആ ഒരു വേറൊരു സംഭവം എന്തെന്നുള്ളത് എനിക്കും അറിയില്ല, ലാൽ സാറിനും അറിയില്ല. അങ്ങനെ ഒരു കഥ പറയാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കും. ഈ ഒരു മഹാദേവൻ എന്നുള്ള പേരിന് അതിൻ്റേതായിട്ടുള്ള ഒരു കാരണം ഞാനൊരു ശിവഭക്തനും കൃഷ്ണഭക്തനൊക്കെയാണ്. അപ്പം ഈ ശിവൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഹിന്ദു മിത്തോളജിയിൽ ആ ഉഗ്രസ്വരൂപം എന്ന് പറഞ്ഞാൽ ദേഷ്യക്കാരനാണ് എന്നൊക്കെയുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. ഇതൊക്കെ വെച്ചിട്ടാണ് ഈ ശിവൻ്റെ പര്യായമുള്ളൊരു പേര് വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ പേരുകളും ഒക്കെയായി. അങ്ങനെ ഞാനും രഞ്ജിത്തുമായി സംസാരിച്ച്, റൈറ്റർ രഞ്ജിത്ത്, അതുപോലെ തന്നെ എൻ്റെ അസിസ്റ്റൻ്റായിട്ടുള്ള ഷിജു എഴുതാൻ വേണ്ടി അസിസ്റ്റൻ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് 2-3 പേര് വന്നതിൽ ഈ മഹാദേവനാണ് ഏറ്റവും അധികം സ്ട്രൈക്കായിട്ട്. കാരണം എനിക്കതൊരു പ്രാസൊപ്പിക്കുന്ന പോലെയാണ് മേജർ മഹാദേവൻ. ബാക്കിയുള്ള പേരുകൾക്ക് അതങ്ങോട്ട് പ്രാസം ഒക്കുന്നില്ല. അങ്ങനെ ആ പേരിലേക്ക് അങ്ങ് വന്നതാണ്. പക്ഷെ അത് ഇത്രയും സ്ട്രൈക്കാവും എന്നുള്ളത് അന്ന് വിചാരിച്ചില്ല. പക്ഷെ പിന്നീട് അതൊരു ഹിസ്റ്ററി ആയിട്ട് മാറി മേജർ മഹാദേവൻ എന്നുള്ളത്. ആ ഒരു ക്യാരക്ടർ പിന്നീട് അത് കീർത്തിചക്രയിൽ നിന്ന് തുടങ്ങി, കുരുക്ഷേത്രയിൽ അത് കേണൽ മഹാദേവനായി മാറി. അത് കഴിഞ്ഞ് പിന്നെ കാന്താറിനകത്ത് എഗെയിൻ മേജർ മഹാദേവൻ തന്നെ. ഇപ്പുറത്ത് 1971 അതും ആ ഒരു മഹാദേവൻ സീരീസിൻ്റെ ഒരു അൾട്ടിമേറ്റ് അതുവരയ്ക്ക് വന്നു. അത് ഇനിയിപ്പോൾ എന്താണ് മഹാദേവൻ സീരീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനിപ്പം എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല, അത് വരുന്നതിനനുസരിച്ച് കാണാം. ബട്ട് അതർവൈസ് ഈ മഹാദേവൻ കീർത്തിചക്രയിലാണെങ്കിലും ശരി, കീർത്തിചക്രയിലുള്ള മഹാദേവൻ എന്നുള്ളത് അത് വേറൊരു ക്യാരക്ടർ. പക്ഷേ എവിടെയും ഈ ക്യാരക്ടറിനകത്തുള്ള ആ ഒരു ഉഗ്രരൂപിയാവേണ്ട സമയത്ത് അതാവുന്നൊരു ക്യാരക്ടറും, അതുപോലെ തന്നെ ഒരു ഫാമിലി ഇമോഷൻസ് വരുന്ന സമയത്ത് പൊട്ടിക്കരയുന്ന മരിച്ചു മകളെയും ഭാര്യേനെയും എടുത്തുകൊണ്ട് പൊട്ടിക്കരയുന്ന ഒരു മഹാദേവനെയും നമ്മൾ കീഴ്ചക്രയിൽ കണ്ടിട്ടുണ്ട്. അതൊരു മനുഷ്യൻ്റെ പല പല രൂപങ്ങളാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്, ആ ഒരു ക്യാരക്ടറിനകത്ത്. അല്ലാതെ വെറുതെ ഇടി ഈ ആൾ കരയില്ല. പക്ഷേ എൻ്റെ ക്യാരക്ടറിനകത്ത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്, ഞാനിതുപോലെ പല ഓപ്പറേഷൻസും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി കരഞ്ഞിട്ടുള്ള സിറ്റുവേഷനാണ് കീഴ്ചക്രയിലത്തെ ആ 7 പേരെ കൊന്നതിന് ശേഷം ആക്ച്വൽ ലൈഫിൽ ആ സ്ത്രീ എന്നോട് വന്നിട്ട് കഥ പറയുന്ന സമയത്ത് ഞാനറിയാതെ ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. ആ കുട്ടികളെയും കെട്ടിപ്പിടിച്ച് നിന്നിരുന്ന ഒരു സീക്വൻസ് എനിക്കിന്നും ഓർമ്മയുണ്ട്. അത് ആ ഫീൽഡിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഈ കുട്ടികളുടെല്ലാം ദുപ്പട്ട വലിച്ച് ഈ അമ്മ കാണിച്ചു തരുന്ന സമയത്ത് ഞാൻ ആ കുട്ടികളത് മറക്കാനല്ല നോക്കുന്നത്, അവരെന്നെ അങ്ങനെ നോക്കുകയാണ്.
കണ്ണീരോട് കൂടിയിട്ട്. ബിക്കോസ് കഴിഞ്ഞ ദിവസം രാത്രി അനുഭവിച്ചിട്ടുള്ള പീഡനങ്ങളുടെയും മനോവിഷമങ്ങളുടെയും എല്ലാം ഒരു കൽമിനേഷനായിരുന്നു. അതാണ് ഈ മുന്നിൽ നിൽക്കുന്നത്. ഈ മനുഷ്യനാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ട് മുന്നിൽ നിൽക്കുന്നത്. കാരണം അവരെ കൊല്ലണമെന്ന് പോലും തോന്നി. അത് ഏതൊരു സ്ത്രീക്കും സംഭവിക്കുന്നതാണ്, ഏതൊരു കുട്ടിക്കും സംഭവിക്കുന്നതാണ്. തന്നെ ബലാത്സംഗം ചെയ്യുന്നവനെ കൊല്ലണമെന്നുള്ള ആ ഒരു വിചാരം ആർക്കാണ് ഉണ്ടാവാതിരിക്കുക? അങ്ങനെയുള്ള 3 കുട്ടികൾ, പല പ്രായക്കാർ, 19 വയസ്സിന് താഴെയുള്ളവരാണ് അവർ. ആ കുട്ടികളിങ്ങനെ കണ്ണീരോടുകൂടി നിൽക്കുന്നത് കണ്ട് ആ സമയത്ത് ഞാനും കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു ഞാൻ എൻ്റെ മഹാദേവൻ ക്യാരക്ടറിന് സിനിമയ്ക്കകത്ത് പിക്ചറൈസ്. പല സ്ഥലത്തും കരയും. ഞാൻ ആ ഡയലോഗുകളൊക്കെ എഴുതുന്ന സമയത്ത്, ആ റേപ്പിൻ്റെ സീക്വൻസിൻ്റെ സമയത്ത് ആ ഉമ്മയുടെ ഡയലോഗുകൾ, ഇതൊക്കെ എഴുതുമ്പോൾ ഞാൻ പലപ്പോഴും ഇരുന്ന് കരയാറുണ്ടായിരുന്നു. പല രാത്രികളിലും ഞാനിരുന്ന് കരഞ്ഞിട്ടുണ്ട്. പിന്നീട് അത് തിയേറ്ററിൽ വന്ന സമയത്ത് ജനങ്ങളും സ്ത്രീകൾ എസ്പെഷ്യലി കണ്ണീര് തുടയ്ക്കുന്ന കാണുന്ന സമയത്ത് നമുക്കറിയാം, യെസ്, വെൻ യു റൈറ്റ് ആൻഡ് ഗെറ്റ് ഇൻവോൾവ്, അതിനകത്താണ് ടോട്ടലി ഇൻവോൾവ് ആയിട്ട് നമ്മളത് എഴുതുമ്പോഴാണ് ആ ഫീലോട് കൂടിയിട്ട് നമുക്ക് ആ ക്യാരക്ടർ വരുന്നത്. അത് ആ ഉമ്മയുടെ ക്യാരക്ടർ ഫരീദാജി ചെയ്ത ക്യാരക്ടറാണെങ്കിലും അല്ല, അതിനെ അടിച്ചമർത്തിയിട്ടുള്ള മോഹൻലാലിൻ്റെ ക്യാരക്ടർ, മഹാദേവൻ്റെ ക്യാരക്ടറാണെങ്കിലും അവിടെയും അവർക്ക് സങ്കടപ്പെടാനുള്ള കാര്യങ്ങളുണ്ടായി അവിടെ. കാരണം എന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് പിന്നീട് ജീവൻ മരിക്കുന്നു. ഏത് ഓരോ ഓപ്പറേഷൻ 7 വരെ കൊന്നിട്ടിരിക്കുകയാണ്. ആ സമയത്ത് ജീവൻ മരിക്കുന്ന സീനിൽ എഗെയിൻ പൊട്ടിക്കഴിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, നീ പറഞ്ഞില്ലടാ എന്നെപ്പോലുള്ള 100 പേരുണ്ടായിരിക്കും, പക്ഷെ നിങ്ങളെപ്പോലുള്ള ഒരു ഓഫീസർ, ഒരു മഹാദേവൻ മാത്രമേ ഉണ്ടാവുന്നു. അതിന് തിരിച്ച് കൗണ്ടടിക്കുന്ന മോഹൻലാലുണ്ട്, എന്നെപ്പോലുള്ള ഒരു മഹാദേവന് നിൽക്കണമെങ്കിൽ നിന്നെപ്പോലുള്ള 100 പേർ എൻ്റെ പിറകിലുണ്ടായിരിക്കണോടാ, എങ്കിൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇത് ആ ക്യാരക്ടറിലോട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ ക്യാരക്ടറിനെ അത്രയും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അത് ഓർക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ക്യാരക്ടറിൽ ഏതൊരാളും കാണാൻ ഇഷ്ടപ്പെടുന്നൊരു ലീഡറെയാണ് കണ്ടിരിക്കുന്നത്, ഒരു കമാൻഡർ, ഒരു ക്യാപ്റ്റൻ. ആ ക്യാരക്ടറാണ് ഈ മഹാദേവൻ എന്നുള്ള ക്യാരക്ടർ. അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ കിരിച്ചർക്കയിലോട്ട് കുരുക്ഷേത്രയിലോട്ട് വരികയാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ അത് വേറൊരു ഗാംഭീര രൂപം. അതും കഴിഞ്ഞിട്ട് അവസാനം ഇപ്പം അതിൻ്റെയും ക്ലൈമാക്സൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 7 കിലോമീറ്ററോളം ഇന്ത്യൻ പട്ടാളം മുന്നേ ഉണ്ടായിരുന്ന LOCയിൽ നിന്ന് ക്രോസ് ചെയ്തിട്ട് പാകിസ്ഥാനിലോട്ട് കയറി ചെല്ലുന്ന സമയത്താണ് ഈ കോൾ വരുന്നത്, സീസ് ഫയർ എന്ന്. ഇത് ഏത് സമയത്തും ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ സമയത്ത് നടന്നിരുന്ന സംഭവങ്ങളാണിത്. നമ്മൾ 71 വാറിൽ 65 വാറിനകത്ത് നമ്മളങ്ങോട്ട് അങ്ങ് അടിച്ച് കയറി, അപ്പോഴും തിരിച്ചു വരാൻ പറഞ്ഞു. 71ലും ഇതുപോലെ തന്നെ ഫിറോസ്പൂർ സെക്ടറിൽ അവർ ഇങ്ങോട്ട് കയറി വന്നതിനെ അടിച്ച് തുരത്തി പുറകിലോട്ട് അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവർ സീസ് ഫയർ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അവിടെ ബംഗ്ലാദേശ് സൈഡിലും സീസ് ഫയറായി സറണ്ടർ ചെയ്തു. എന്നിട്ട് എന്താ സംഭവിക്കും, നമ്മുടെ ഗവൺമെൻറ് ഓർഡർ ചെയ്യും എവിടുന്ന് യുദ്ധം തുടങ്ങി അവിടെ തന്നെ വന്നിരിക്കാൻ വേണ്ടിയിട്ട്. ഈ ഡയലോഗാണ് മഹാദേവനോടെ പറയുന്നത് കുരുക്ഷേത്രക്കകത്ത്. സീസ് ഫയർ എന്നുള്ള ഓർഡർ വരുന്ന സമയത്ത് വയർലെസ് എടുത്ത് പറയും, സീസ് ഫയർ तो ठीक है सर, പക്ഷേ 65ലെയും 71ലെയും പോലുള്ള ഓർഡർ ആണെങ്കിൽ ഇനിയും തിരിച്ച് എവിടെ യുദ്ധം തുടങ്ങി അവിടെ തന്നെ വന്നിരിക്കാനാണ് ഓർഡറെങ്കിൽ ഐ വിൽ നോട്ട് കം ബാക്ക് സർ. അങ്ങനെയാണെങ്കിൽ ഐ വിൽ ഷൂട്ട് മൈസെൽഫ് ആൻഡ് ഈ ദേശീയ പതാകയിൽ പൊതിഞ്ഞുകൊണ്ട് എൻ്റെ ശവശരീരമായിരിക്കും തിരിച്ചു വരുന്നതെന്ന് പറയുന്ന ഒരു മഹാദേവൻ. പിന്നീടുള്ള ഒരു സൈലൻസ്, അതെന്താണ്, ഇത് ടെൻഷനാണത്. മഹാദേവൻ്റെ മാനസിക സംഘർഷങ്ങളാണ് അവിടെ കാണുന്നത്. ഞാൻ എന്തിനു തിരിച്ചു പോകണം? ബിക്കോസ് ഈ 7 കിലോമീറ്റർ പിടിച്ചെടുക്കാൻ വേണ്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ ആൾക്കാർ മരിച്ചു കൊണ്ടിട്ടുണ്ട്. നാളെ ഞാൻ തിരിച്ചു പോയിട്ട് അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നീട് ഞാൻ തോക്കും ചൂണ്ടിയിരിക്കുന്നത് എങ്ങോട്ടായിരിക്കും? നിങ്ങൾ കാണുമ്പോൾ പാകിസ്ഥാനിലേക്കായിരിക്കും. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പട്ടാളക്കാർ മരിച്ചു വീണ മണ്ണിലോട്ടാണ് ഞാൻ തോക്കും ചൂണ്ടിയിരിക്കുന്നത്. അവൻ്റെ ആത്മാവ് അവിടെ നിന്ന് ചോദിക്കും, ഞാൻ എന്തിനാണ് സാർ മരിച്ചതെന്നുള്ളത്. ഇതൊക്കെയാണ് ആ ക്യാരക്ടറിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതിലാണ് ആ സൈലൻസ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് വാജ്പേയി സാറിൻ്റെ ആ സൗണ്ട് വരുന്നു, ഡബ് ചെയ്തിട്ടാണ് ഞാൻ പെർമിഷൻ ചോദിച്ചിട്ട് തന്നെ ചെയ്തതാണത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കെൻ്റെ സൗണ്ട് ശരിയല്ല. അദ്ദേഹത്തിൻ്റെ സൗണ്ടിന് പ്രശ്നം ഉണ്ടായിരുന്നു ലാസ്റ്റ് അവസാന കാലം. അത് ബോംബെ ഒരുത്തനെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചിട്ട് അതിട്ട് അദ്ദേഹത്തെ കേൾപ്പിച്ചു വേണം. ഇവിടുന്ന് നമ്മൾ റെക്കോർഡ് ചെയ്തൊരു സാധനം അയച്ചു കൊടുത്ത് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഒരു കുണ്ടു IAS ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, വാജ്പേയി സാഹബ് പറഞ്ഞു, വളരെ മനോഹരമായിരിക്കുന്നു, ആരെക്കൊണ്ട് ചെയ്യിപ്പിച്ചു, എന്തായാലും നന്നായിട്ടുണ്ട്, ഗോ ആയിട്ടെന്നുള്ളത് പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് സിനിമയ്ക്കകത്ത് ഇട്ടിരിക്കുന്നത്. അല്ലാതെ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാതെ ഞാനത് ചെയ്തില്ലായിരുന്നു. സോ ഈ ഓരോരോ ക്യാരക്ടർ പോകുന്ന വഴികൾ
എവിടെയാ ഫെയില്? ഇപ്പം മഹാദേവൻ ക്യാരക്ടർ കാന്താറിൽ വന്നു. കാന്താറിൽ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്കോ കഥയിൽ അമിതാഭ് ബച്ചൻ വന്ന് കയറി, മോഹൻലാൽ വന്ന് കയറി. ഈ രണ്ട് സ്ഥലത്തും ഇവരെ രണ്ടുപേരെയും മാക്സിമം യൂസ് ചെയ്യാതെ ഞാനിതിൻ്റെ ട്രെയിനിങ്ങും ഈ നടുവിലോട്ട് പോയി. ആ നടുവിലുള്ള ക്യാരക്ടറിനെ പീപ്പിൾ വർ നോട്ട് അക്സെപ്റ്റിംഗ് ബിക്കോസ് ഹി വാസ് എ ന്യൂ ക്യാരക്ടർ. അവിടെയാണ് ആ കാന്താർ എന്നുള്ളതിൽ മഹാദേവൻ ഫെയിലായി പോയിരിക്കുന്നത്. ബട്ട് ദെൻ ഫിലിം ആ ക്ലൈമാക്സൊക്കെ ശരിക്കും മനസ്സിലാവുന്നവർക്കറിയാം അതിൻ്റെ ഫീൽ എന്തായിരുന്നു. സ്വന്തം മകൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവന്ന് അച്ഛനെ ഹാൻഡ് ഓവർ ചെയ്യാൻ വരുന്ന മഹാദേവൻ്റെ മാനസിക സംഘർഷം അതിനകത്ത് കാണാം. അതിൽ അവസാനം സെല്യൂട്ട് അടിച്ചിട്ട് പോകുന്ന മോഹൻലാലിനെ അതിലവിടെ അമിതാഭ് ബച്ചൻ അടക്കം പറഞ്ഞു ബ്യൂട്ടിഫുള്ളി ഡൺ എന്ന് പറഞ്ഞു. കാരണം അത് നമ്മൾ കൊണ്ടുപോയി കാണിച്ച സമയത്ത്. സോ മഹാദേവൻ എന്നുള്ളത് എനിക്ക് വളരെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ആ മായിൽ തന്നെയാണ് പിന്നെ കർമ്മയോധയിൽ മാഡി ആക്കിയിരിക്കുന്നത്. അത് മഹാദേവനാണോ അല്ലെങ്കിൽ മാധവനാണോ ഒന്നും അറിയില്ല, പക്ഷെ മാഡി ആക്കി. അങ്ങനെ ആ മഹാദേവൻ സീരീസിൽ ഇനി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആസ് ഓഫ് നൗ ഐ ഹവൻ തോട്ട് അബൌട്ട് ഇറ്റ്. കഥയുണ്ട്, അത് വേറെ ആരെ വെച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ മഹാദേവനെ തന്നെ തിരിച്ചു കൊണ്ടുവരണം. പക്ഷെ അതിന് ഒരു ഗ്യാപ്പ് വേണം. ബിക്കോസ് വി നീഡ് എ ബ്രേക്ക് ഫ്രം ദാറ്റ് സീരീസ്. അല്ലെങ്കിൽ ഞാനും മൊണോട്ടോണസ് ആവും, ലാൽ സാറിനും അതൊരു മൊണോട്ടോണസ് ആയിരിക്കും. അതുകൊണ്ട് ജസ്റ്റ് വെയിറ്റ്, വിൽ കം ബാക്ക്.